പ്രോഡക്റ്റ് മതി നിങ്ങളുടെ ഫേസ് ഏറ്റവും ഡാർക്ക് ആയിരുന്നു ഇത്രയും ബ്രൈറ്റ് ആവാൻ. എന്റെ ഫേസ് 2018 ഇങ്ങനെ ഇരുന്നതാണ്. ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഇപ്പൊ ഇത്ര ബ്രൈറ്റ് ആയി എന്റെ ഫേസ്. പ്രോഡക്റ്റ് ഏതാണെന്ന് അറിയുകയാണെങ്കിൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് കമന്റ് ചെയ്യാം. ഇങ്ങനെ കുറെ റീൽസ് നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ നിങ്ങൾ കാണാറുണ്ടാവുമായിരിക്കും. ഇതൊന്നും വിശ്വസിച്ചിട്ട് നിങ്ങൾ ആരും ഈ പറയുന്ന ഇൻഫ്ലുവൻസേഴ്സ് പറയുന്നതിലൊന്നും തല വെച്ചു കൊടുക്കരുത്. ഒന്നാമത് ഇപ്പൊ ഞാൻ ഈ കാണിച്ച ഫോട്ടോ ആദ്യം പഴയ കാലത്ത് 2018 ഒട്ടും ബ്രൈറ്റ്നെസ് ഇല്ലാത്ത, ക്ലാരിറ്റി ഇല്ലാത്ത ഫോണിൽ എടുത്തതും ആണ്. ഇപ്പൊ രണ്ടാമത് ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്ന് കാണിച്ചത് നല്ല ലൈറ്റിലെടുത്ത് ഫിൽറ്റർ ഒക്കെ ഇട്ട് കാണിച്ച ഫോട്ടോ ആണ്. ഇത് രണ്ടിലുള്ള ഇതെന്ന് വെച്ചാൽ ഫേസിലുള്ള കുറച്ച് ടാനിങ് പോയിട്ടുണ്ട്. സൺസ്ക്രീൻ ഒക്കെ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പണ്ട് യൂസ് ചെയ്യില്ലായിരുന്നു, ഇപ്പൊ യൂസ് ചെയ്യായിരുന്നു. അത് മാത്രമേ ഉള്ളൂ. പിന്നെ അന്ന് കുറച്ച് മുഖത്ത് പിമ്പിൾസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ പോയി കുറച്ച് ക്ലിയർ ആയിട്ടുണ്ട്. അല്ലാതെ വേറെ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ഈ പറയുന്ന ഇൻഫ്ലുവൻസേഴ്സ് പറഞ്ഞിട്ട് പലതും വാങ്ങി തേച്ചിട്ട് പലരും പറ്റിക്കപ്പെട്ടു അത് ഇതെന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇടുന്ന കാണാം. സോ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നമുക്ക് എല്ലാവരുടെയും സ്കിൻ ടൈപ്പ് ഡിഫറെന്റ് ആണല്ലേ. അപ്പൊ നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ട് ആവുന്ന ഒരു സാധനം എനിക്ക് സ്യൂട്ട് ആവില്ലായിരിക്കും, എനിക്ക് സ്യൂട്ട് ആവുന്നത് നിങ്ങൾക്ക് സ്യൂട്ട് ആവില്ലായിരിക്കും. ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മളൊരു ഡെർമറ്റോളജിസ്റ്റിന്റെ അടുത്ത് പോയിട്ട്, ട്രെയിൻഡ് ഡെർമറ്റോളജിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് അവരുടെ ഒപ്പീനിയൻ കേട്ടിട്ട് സാധനം മേടിക്കാൻ നോക്കുക. അല്ലാതെ ഈ പറയുന്ന ഇൻഫ്ലുവൻസേഴ്സ് ഒന്നും അവരൊന്നും ട്രെയിൻഡോ മെഡിക്കലി ട്രെയിൻഡോ അവർക്ക് യാതൊരു സർട്ടിഫിക്കേഷനും ഇല്ല നിങ്ങൾക്ക് ഇങ്ങനെ അഡ്വൈസ് തരാൻ. എനിക്ക് തന്നെ ഇപ്പൊ എനിക്ക് മുഖത്ത് ഭയങ്കരമായിട്ട് പിമ്പിൾസ് ഉണ്ടായിരുന്നു. ഇപ്പോഴും എന്റെ മാർക്സ് ഒക്കെ നിങ്ങൾക്ക് കാണാമായിരിക്കും. അപ്പൊ ആ സമയത്ത് ഒരുപാട് സാധനങ്ങൾ ഞാൻ പുറത്ത് തേക്കുമായിരുന്നു. അത് ഇത് മറ്റത് മറിച്ചത് ഇവര് പറയുന്നതൊക്കെ. പക്ഷെ എനിക്കൊരു ഗുണം ഉണ്ടായില്ല. ലാസ്റ്റ് ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് എന്റെ ആക്നെ ഹോർമോണൽ ആക്നെയാണ്. ഇപ്പൊ ഹോർമോണൽ ആക്നെക്ക് നമ്മൾ എത്ര പുറത്ത് ചെയ്തിട്ടും കാര്യമില്ല. അണ്ടർലൈങ് ആയിട്ടുള്ള ഹോർമോണൽ ഇംബാലൻസ് നമ്മൾ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാലേ നമ്മുടെ സ്കിൻ ക്ലിയർ ആവുള്ളൂ. അപ്പൊ അവരതിനുള്ള മെഡിക്കേഷൻസ് തന്നു, പുറത്തും അകത്തും കഴിക്കാനുള്ളതും തേക്കാനുള്ളതും സാധനങ്ങളൊക്കെ തന്നു. അങ്ങനെ കുറച്ച് ഡയറ്റും എക്സസൈസും പിന്നെ ഈ മെഡിസിൻസും ഒക്കെ ഉള്ളത് കൊണ്ടാണ് കുറച്ചൊന്ന് അണ്ടർ കൺട്രോൾ ആവാൻ പറ്റിയത്. അല്ലാതെ നമ്മളിപ്പോ പുറത്ത് എന്ത് തേച്ചിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. സോ ഈ സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സിന്റെ ട്രാപ്പിൽ വീണിട്ട് നിങ്ങളുടെ എന്താ പറയാ കോൺഫിഡൻസോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിന്നോ ഒന്നും നശിപ്പിക്കാതിരിക്കുക. ഒരു ഡെർമറ്റോളജിസ്റ്റിന്റെ അടുത്ത് മാക്സിമം പോവാൻ നോക്കുക. നല്ല റിസർച്ച് ചെയ്തിട്ട് യൂസ് ചെയ്യുക. എന്ത് പ്രൊഡക്റ്റും എല്ലാവർക്കും ചേരണമെന്നൊന്നുമില്ല. അത് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ നോക്കുക.